നമ്മുടെ കൂടെ കിടന്ന് നമ്മുടെ കുഴി തോണ്ടുന്ന ചിലരുണ്ട്. പുറമേ നോക്കിയാൽ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷേ ഉള്ളിൽ കടുത്ത അസൂയാണ്. ഇത് കണ്ടുപിടിക്കാൻ വലിയ സൈക്കോളജിസ്റ്റ് ഒന്നും ആവണ്ട. ഈ 7 ലക്ഷണങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വിശ്വസിക്കൂ, ഇതിൽ അവസാനത്തെ പോയിന്റ് കേൾക്കുമ്പോൾ ഒരാളുടെ മുഖം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും. ഒന്നാമത്തെ ലക്ഷണം, വിഷം കലർന്ന പുകഴ്ത്തൽ. നമ്മളൊരു പുതിയ ഡ്രസ്സ് ഇട്ട് ചെല്ലുന്നു എന്ന് വെക്കുക. സാധാരണ ഒരു ഫ്രണ്ടാണെങ്കിൽ പറയും, ഡാ കൊള്ളാലോടോ എന്ന്. എന്നാൽ അസൂയാലുവാണ് കൂടെയുള്ളതെങ്കിൽ അവർ പറയും, ഡ്രസ്സൊക്കെ നല്ലതാ, പക്ഷേ നിനക്കിതിലും നല്ലത് ആ ചുവപ്പായിരുന്നു. ഇത് നിന്നെ കുറച്ചുകൂടി കറുപ്പിക്കുന്നുണ്ടോ എന്നെനിക്കൊരു ഡൗട്ട്. അതായത് പുകഴ്ത്തുന്നതിനിടയിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് അടിച്ച് താഴെ ഇടാതെ അവർക്ക് ഉറക്കം വരത്തില്ല. രണ്ടാമത്തെ ലക്ഷണം, ഞാനാണ് സംഭവം എന്ന മത്സരം. ഇതാണ് ഏറ്റവും വലിയ തമാശ. നിങ്ങൾ പറയുകയാണ്, എടാ എനിക്കിന്ന് പണി കുറച്ച് കൂടുതലായിരുന്നു. ഉടനെ വരും മറുപടി, അതൊക്കെ എന്ത് പണി, ഞാൻ ഇന്ന് രാവിലെ മുതൽ 10 ഫയലാണ് തീർത്തത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനേക്കാൾ വലിയൊന്ന് അവരുടെ കയ്യിലുണ്ടാവും. നിങ്ങളൊരു ഐഫോൺ എടുത്താൽ അവൻ്റെ അമ്മാവൻ്റെ മോൻ ദുബായിൽ നിന്ന് അയച്ച ലേറ്റസ്റ്റ് മോഡലിനെ കുറിച്ച് അവൻ വാതോരാതെ സംസാരിക്കും. നിങ്ങളുടെ സന്തോഷത്തിന് അവിടെ ഒരു വിലയും ഉണ്ടാവില്ല. മൂന്നാമത്തെ ലക്ഷണം, വീഴുമ്പോൾ ഓടി വരുന്ന ആശ്വാസ കമ്മിറ്റി. എന്താല്ലേ, നിനക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടിയെന്ന് വിചാരിക്കാം. പരീക്ഷയിൽ തോറ്റു, അല്ലെങ്കിൽ ജോലി പോയി, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി. ആ സമയത്ത് ഇവർ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഭയങ്കര സങ്കടം അഭിനയിക്കും. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അവൻ്റെ മുഖത്തൊരു പ്രത്യേക തിളക്കമുണ്ടാവും. നിങ്ങൾ വീണ് കിടക്കുന്നത് കാണുമ്പോൾ അവർക്ക് നിങ്ങളോട് വലിയ സ്നേഹമായിരിക്കും. കാരണം അപ്പോൾ മാത്രമേ അവർക്ക് നിങ്ങളെക്കാൾ മുകളിൽ നിൽക്കാൻ പറ്റൂ. നാലാമത്തെ ലക്ഷണം, നിഴൽ പോലെ ഒരു കോപ്പിയടി. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു പുതിയ ബിസിനസ് പ്ലാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റൈൽ പരീക്ഷിച്ചാൽ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരത് അതേപടി അനുകരിക്കും. എന്നിട്ട് പറയും, ഇത് ഞാൻ പണ്ടേ വിചാരിച്ചതാ എന്ന്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി മോഷ്ടിക്കാൻ നടക്കുന്ന ഒരു നിഴലായി അവർ മാറും. ഇനി അഞ്ചാമത്തെ ലക്ഷണം, വിജയങ്ങളിലെ അജ്ഞാതവാസം. നിങ്ങൾക്കൊരു വലിയ വിജയം ഉണ്ടായി എന്ന് കരുതുക. എല്ലാവരും നിങ്ങളെ വിളിക്കും, സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുന്നു. പക്ഷേ നിങ്ങളുടെ ഈ ബെസ്റ്റ് ഫ്രണ്ട് മാത്രം ഒന്നും അറിയില്ല. അവൻ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ മെസ്സേജ് മാത്രം സീൻ ചെയ്യില്ല. നേരിട്ട് കാണുമ്പോൾ പറയും, അയ്യോ ഞാൻ തിരക്കിലായിരുന്നു, കണ്ടില്ല കേട്ടോ എന്ന്. നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു ലൈക്ക് അടിക്കാൻ പോലും അവരുടെ ഈഗോ സമ്മതിക്കില്ല. ആറാമത്തെ ലക്ഷണം, മറ്റുള്ളവരുടെ മുന്നിലെ തമാശ. 4 ആൾ കൂടുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളെപ്പറ്റി ഒരു പഴയ തമാശ അവർ പറയും. നിങ്ങളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം. നിങ്ങളൊന്ന് ദേഷ്യപ്പെട്ടാൽ ഉടനെ ഡയലോഗ് വരും, എടാ നീ എത്ര ചെറിയ മനസ്സാണോ നിനക്ക്, ഒരു തമാശ പോലും നിനക്ക് ആസ്വദിക്കാൻ അറിയില്ലേ. നിങ്ങളുടെ ഇമേജ് മറ്റുള്ളവർക്ക് മുന്നിൽ മോശമാക്കാൻ തമാശയെ ഇവർ ഒരു കവചമായിട്ട് ഉപയോഗിക്കും. അടുത്തതാണ് ലാസ്റ്റ് ലക്ഷണം, ഭാഗ്യമെന്ന ഒറ്റമൂലി. നിങ്ങൾ കഷ്ടപ്പെട്ടൊരു നേട്ടമുണ്ടാക്കിയാൽ അവരത് നിൻ്റെ കഴിവാണെന്ന് സമ്മതിക്കില്ല. അവർ പറയും, അവന് സമയമായപ്പോൾ ഭാഗ്യം കൊണ്ട് കിട്ടിയതാ എന്ന്. നിങ്ങളുടെ രാത്രിയില്ലാത്ത അധ്വാനത്തെ വെറും ഭാഗ്യമാക്കി തള്ളിക്കളയുന്നതിലൂടെ അവർക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്. എനിക്കും കഴിവുണ്ട്, പക്ഷേ എനിക്ക് ഭാഗ്യമില്ല എന്നവർ സ്വയം ന്യായീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരാളുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നെങ്കിൽ ഉറപ്പിച്ചോ, അവർ നിങ്ങളുടെ ശരിക്കുള്ള സുഹൃത്തല്ല. ഇത്തരം ആളുകളിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് നല്ലത്. നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെയുള്ള പ്രതിഭകൾ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ജസ്നാസ് ഇൻസ്പയർ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.